എല്ലോർക്കും ഞാൻ അൻപാർന്ന മുതൽ വണക്കം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് എന്റെ ടാർഗറ്റ് ഓഡിയൻസ് പറയുമ്പോൾ 200 പേരായിരുന്നു. 200 പേര് കാണുന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ആ വീഡിയോ ഇട്ടത്. പക്ഷെ 10 പേര് കണ്ടിരിക്കുന്നു. സോ എന്റെ മൈൻഡിൽ ഇനിയൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചും സംസാരിക്കാം. അതുമാണ് സംസാരിക്കാൻ വിചാരിച്ചു. കാര്യം എന്താ വെച്ചാ, ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് പേരുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കണ്ടന്റിനെ കുറിച്ച്. അവരുടെ അഭിപ്രായം എന്താണ്, അവർക്ക് എന്താ പറയാനുള്ളത് എന്ന്. അപ്പൊ അവരൊക്കെ പറഞ്ഞത് എന്ത് വെച്ചാൽ, നീ പറയാൻ പോണത് ഒരു സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സോഷ്യൽ പറയുമ്പോൾ സൊസൈറ്റി റിലേറ്റഡ് ആയ കാര്യമാണ്. അപ്പൊ ഇതിൽ നിയമവശങ്ങൾ കുറെ ഉണ്ട്, അതൊക്കെ നീ നോക്കി സംസാരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ടെന്ന്. ഇത് എനിക്ക് പ്രശ്നമാണ്. അപ്പോഴാണ് എനിക്ക് ഡൗട്ട് വന്നത്. ഡൗട്ടല്ല, ഈ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ലോ, അതായത് നമ്മുടെ നിയമം. അതായത് ഇപ്പോ നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ വർക്ക് ആവുന്നത്, അല്ലെങ്കിൽ വല്ല എക്സ്റ്റേണൽ പവർ ഉപയോഗിച്ച് നിയമത്തെ ഈ കാലഘട്ടത്തിൽ എത്രത്തോളം സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോന്റെ കണ്ടന്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഫിനാൻഷ്യലി ഹൈ ആയിട്ടുള്ള ഒരാള്, അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടുള്ള ഒരാള് തമ്മിൽ വല്ല നിയമപരമായിട്ട് ഒരു പ്രശ്നമായിട്ട് കോടതിക്ക് പോവാണ് എന്നുണ്ടെങ്കിൽ, ഹൈ ആയി, അതായത് പണക്കാരൻ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഹൈ ആയിട്ടുള്ള ഒരാള് അയാളുടെ ഫിനാൻഷ്യൽ ലെവലിനനുസരിച്ചിട്ടുള്ള ഒരു സീനിയർ വക്കീലിനെ ആയിരിക്കും, അല്ലെങ്കിൽ മൂല്യം കൂടിയിട്ടുള്ള വക്കീലിനെ ആയിരിക്കും ആൾ ഹയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആള് അയാളുടെ ഫിനാൻഷ്യൽ ലെവലിനനുസരിച്ചിട്ടുള്ള ഒരു വക്കീലിനെ ആയിരിക്കും ഹയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ഈ കാണുന്ന എല്ലാവർക്കും അറിയാം, ഇവർ രണ്ടുപേര് തമ്മിൽ പ്രശ്നം നടക്കുമ്പോൾ ഒരു 80% ചാൻസ് ഈ മൂല്യം കൂടിയ വക്കീലിന് ജയിക്കാൻ തന്നെ ആയിരിക്കാം. 80% അത്രയും മൂല്യം ഉണ്ടല്ലോ. ഇതിൽ ഞാൻ പറയാൻ വരുന്നത് പണക്കാരൊക്കെ കുറ്റക്കാരും പാവപ്പെട്ടവർക്ക് നല്ലവരും എന്നല്ല, നിങ്ങൾക്ക് മനസ്സിലാവണ പോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ഈ കഥ പറയാൻ കാരണം വല്ല സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ സിനിമ കഥനെ ബേസ് ചെയ്തിട്ടോ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോ എല്ലാ അഡ്വക്കേറ്റ്സിനും ഒരേ ഫീസാണോ? പക്ഷെ നിയമം എല്ലാവർക്കും ഒരേപോലെ അല്ലേ? അതായത് ഇപ്പൊ ഒരു തെറ്റ് ചെയ്ത ആള് കൂടുതൽ പൈസ കൊടുത്ത് ഒരു സീനിയർ അഡ്വക്കേറ്റിന് വെക്കുന്നത് മൂലം ആ പ്രശ്നത്തിൽ നിന്ന് ഊരി വരാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നമില്ലേ? സോ ഞാൻ ഈ കാര്യം കുറെ പേരുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ ആർക്കും ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. കുറച്ച് പേര് പറഞ്ഞു, പക്ഷെ ആ ആൻസർ എനിക്ക് വലിയ തൃപ്തിയായിട്ടും തോന്നിയില്ല. അപ്പൊ മെജോറിറ്റി ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് ഒരു വ്യൂ ഇല്ല. എല്ലാവർക്കും ഇതിനെ കുറിച്ചൊരു ഡൗട്ട് ഉണ്ട്. ഉദാഹരണത്തിന്, ഒരാളുടെ 17 വയസ്സായ മകൻ മദ്യപിച്ച് കാർ ഓടിച്ച് 2 പേരെ അശ്രദ്ധം മൂലം ഇടിച്ച് കൊല്ലുകയാണ്. പക്ഷെ ആളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ പെട്ടെന്ന് തന്നെ ആള് പുറത്തു വരികയാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താണ്ടപ്പാ, 2 പേരെ കൊന്നിട്ട് ജയിലിൽ പോലും കിടക്കാണ്ട് ഇത്രയും പെട്ടെന്ന് ആള് പുറത്തു വരികയാണല്ലോ. അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ കുറച്ച് പഠിച്ചപ്പോ, ലീഗലി എനിക്ക് വലിയ അറിവൊന്നുമില്ല, എന്നാലും ഞാൻ കുറച്ച് ഡീപ്പായി പഠിച്ചപ്പോ എനിക്ക് അറിയാൻ പറ്റിയ കാര്യം എന്താന്ന് വെച്ചാ, അതായത് പണ്ടുണ്ടായിരുന്ന IPC 304A അഥവാ അശ്രദ്ധ മൂലം ഒരാളുടെ മരണത്തിന് കാരണമായാലുള്ള ശിക്ഷ, അതിലെന്ത് വെച്ചാ 2 വർഷം ജയിലും പെട്ടെന്ന് തന്നെ ബെയില് കിട്ടാം എന്നുള്ളതായിരുന്നു. പക്ഷെ സുപ്രീം കോടതി ഇതിൽ ഇടപെട്ടിട്ട് ഒരാളെ മദ്യപിച്ച് കൊന്നിട്ട് ഇത്ര പെട്ടെന്ന് പുറത്തു വരാനുണ്ടല്ലോ, പുറത്തു വരുന്നത് ശരിയല്ലല്ലോ. സോ 302 അഥവാ കൊലപാതകത്തിന്റെ താഴെയാക്കി. ഇതിൽ 14 വർഷമാണ് ജയിൽ. ഇപ്പൊ IPC ഇല്ല, BNS ആണ്. BNS വെച്ചാൽ ഭാരതീയ ന്യായ സംഹിത. എന്നാലും ശിക്ഷയിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ് എനിക്കറിഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് കേസ് എടുത്തു എന്നുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് സീരിയസ് ആവുന്നുണ്ട്, പക്ഷെ കാം ഡൗൺ, ഇതൊന്ന് കേൾക്കി. അപ്പൊ അങ്ങനെയാണ് കേസ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് പുറത്തു വരാൻ പറ്റില്ലായിരുന്നു. അപ്പൊ നമ്മൾ പറയാ 17 വയസ്സല്ലേ ആയിട്ടുള്ളൂ, സോ അതുകൊണ്ട് വിട്ടതായിരിക്കുന്നു. പക്ഷെ ഇങ്ങനെ കുറെ നടന്നതിന് ശേഷം സുപ്രീം കോടതി ഒരു ആക്ട് പ്രകാരം ചില കേസുകളിൽ 16 വയസ്സിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു അഡൾട്ടായിട്ട് കണക്ക് കൂട്ടി കേസ് എടുക്കാം എന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇത്രയും പെട്ടെന്ന് പുറത്തു വരുന്നത് പോസിബിളേ അല്ല. പക്ഷെ ആള് പുറത്തു വന്നു. அப்பத்தான் தெரிஞ்சது உங்க ஊழல். இந்த சர்க்கார் படம் வந்ததுலதான்டா தெரியுது உங்க ஊழலுக்கு. അപ്പോഴാണ് മനസ്സിലായത് ആളൊരു വെൽത്തി പേഴ്സൺ ആണ്. അപ്പോ പണവും സ്വാധീനവും ഉപയോഗിച്ചിട്ടായിരിക്കോ ആള് പുറത്ത് വന്നിട്ടുണ്ടാവുക?
കാരണം ഇതിനെക്കുറിച്ച് മീഡിയാസിലും സോഷ്യൽ മീഡിയാസിലും നന്നായിട്ട് ചർച്ച ചെയ്യുകയും ഇത് നന്നായി വൈറലാവുകയും ചെയ്തപ്പോ ഇതേ ബെയിൽ കൊടുത്ത ആൾക്കാർ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. സോ ഇവർക്ക് ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ വേറെന്തോ എക്സ്റ്റേണൽ പവർ ഉപയോഗിച്ചായിരിക്കും ആൾ പുറത്തു വന്നിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യത്ത് ഒരു എക്സ്റ്റേണൽ പവർ ഉപയോഗിച്ച് നിയമത്തെ വളച്ചൊടിക്കാൻ പറ്റും, നിയമത്തെ വളച്ചൊടിക്കാനും പറ്റും എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും ഒരുപോലെയാണോ നിയമം വർക്കാവുന്നത്? അതായത് ഇത് എനിക്ക് മാത്രമല്ല, ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത എല്ലാവർക്കും ഈ ഡൗട്ട് ഉണ്ട് ഓൾറെഡി. അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ ശരി എന്നല്ല ഞാൻ പറയണത്. എനിക്ക് വേണ്ടി അല്ല എനിക്ക് ലൈക്ക് കിട്ടണം അങ്ങനെയൊന്നും ആ ഒരു മൈൻഡേ ഇല്ല. ഇത് ഓൾറെഡി കുറെ പേർക്ക് ഈ ഡൗട്ട് ഉണ്ട്. സോ അതെങ്ങനെ ക്ലിയർ ആക്കും? അപ്പോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു വീഡിയോ ഇടുകയോ അല്ലെങ്കിൽ കമന്റിലോ എങ്ങനെയെങ്കിലും ഇതിനെക്കുറിച്ച് വ്യക്തമാക്കി തരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ആരെങ്കിലും നല്ല വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടാലും മതി. കുറെ പേർക്ക് ഈ കാര്യം അറിയണമല്ലോ, കുറെ പേർക്ക് ഈ ഡൗട്ട് ഉണ്ട്, പക്ഷെ ആരും ചോദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം.